ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷയുടെ ജീവൻ എടുക്കത്തക്ക വേണം എന്ത് ചോദ്യാ അവള് നിങ്ങളോട് ചോദിച്ചത്? അനാവശ്യം പറയരുത്. എന്റെ വർഷയെ ഞാൻ കൊല്ലില്ല. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവാ ഞാൻ. താഴേക്ക് വീണു. മോളെ വർഷമോളെ വർഷേ വർഷേ മോളെ വർഷാന്റി വർഷാന്റി വർഷമോളെ വർഷേ വർഷേ വർഷമോക്ക് എന്തൊക്കെയോ താങ്ങാനാകാത്ത പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. ഒന്നും നമ്മളോട് വിട്ടു പറയില്ല. എപ്പോഴും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞുള്ള ജീവിതമായിരുന്നല്ലോ അവളുടേത്. വിവാഹം കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മുന്നിൽ അങ്ങനെയാണല്ലോ അവൾ പെരുമാറിയിരുന്നത്. പണക്കാരനായ ഭർത്താവിനൊപ്പം അല്ലലില്ലാതെ അവൾ കഴിയുന്നു എന്ന സന്തോഷം നമുക്കുണ്ടെന്ന് അവൾക്കറിയായിരുന്നു. അതങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് കരുതിയ സങ്കടങ്ങളൊന്നും പുറത്തു പറയാതെ എന്റെ കുഞ്ഞ് ചിരിച്ചു കളിച്ചത്. കയ്പ് നീര് കുടിച്ചിട്ടാ അവള് നമ്മുടെ നേരെ മധുരം വെച്ച് നീട്ടിയത്. അല്ലേ ചന്ദ്രു? കുഞ്ഞു നഷ്ടപ്പെട്ട് ദുഃഖം മറന്ന് സന്തോഷിക്കാൻ അവള് വന്നത്. എന്റെ മോള് അറിയാതമ്മ, വർഷയ്ക്കൊന്നും സംഭവിക്കില്ല. അവളെ ജീവനോടെ നമുക്ക് കിട്ടും. എനിക്ക് വർഷയ്ക്കും പ്രസവിക്കും ഭാഗ്യമില്ലാതെ പോയവരാ. ആ ദുഃഖം മറന്ന് എല്ലാരെയും സന്തോഷിപ്പിക്കണമെന്ന്
ഇന്നലെ അവൾ എന്നോട് പറഞ്ഞത് അവൾ എവിടെ പോകാനോ അമ്മ തിരിച്ചു വരും. വിക്രം, വിക്രം എങ്ങോട്ടാ? വർഷയെ അന്വേഷിക്കാൻ. വർഷയ്ക്ക് എന്താ സംഭവിച്ചത്? അതെന്ത് ചോദ്യാ? വർഷ കാൽ വഴുതി വീണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാല് വഴുതി വീണതൊന്നുമല്ല, നിങ്ങൾ അവിടെ തള്ളിയിട്ട് കൊന്നു. അതല്ലേ സത്യം? നിങ്ങളുടെ നീക്കങ്ങള് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് വർഷ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇരുവരെയും കാണാതായത്. വർഷയുടെ ജീവൻ എടുക്കത്തക്ക വേണം എന്ത് ചോദ്യാ അവള് നിങ്ങളോട് ചോദിച്ചത്? അനാവശ്യം പറയരുത്. എന്റെ വർഷയെ ഞാൻ കൊല്ലില്ല. അവള് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവാ ഞാൻ. അവള് പ്രസവിക്കാനിരുന്ന കുഞ്ഞിനെ ലാളിക്കാൻ പൂജയും വഴിപാടുകളും പ്രാർത്ഥനയുമായി കാത്തിരുന്നവൻ. അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വിടാതെ കാവലിരുന്നവൻ. അങ്ങനെയുള്ള എന്റെ വർഷയെ കൊല്ലാനോ? എന്നെ വളരെയധികം ദ്രോഹിക്കാൻ ശ്രമിച്ച സ്ത്രീയാ നിങ്ങള്. അതിന്റെ പക ഇപ്പോഴും എനിക്ക് നിങ്ങളോടുണ്ട്. എന്ന് വെച്ച് ആ പകയൊന്നും എന്റെ വർഷയോടില്ല. അവളെന്റെ പ്രാണനാ, പ്രാണൻ. മാനത്തെ കൊട്ടാ